Hello, welcome back to my channel and I'm your Sabakaras. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റീഡയറക്റ്റിംഗ് കൺസ്ട്രക്ടർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് അടുത്ത ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്, അബ്സ്ട്രാക്ട് ക്ലാസ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ബാക്കിയുള്ള ജാവ, പൈത്തൺ അങ്ങനത്തെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ അബ്സ്ട്രാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലാത്തവർക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ഡാർട്ട് കോഴ്സ് എത്ര പേര് കാണുന്നുണ്ട്, എത്ര പേർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫ്ലട്ടറിൻ്റെ ക്ലാസ്സിലോട്ട് മാറുന്നുണ്ടായിരിക്കാം. ഓക്കെ, മറന്നല്ല, ഫ്ലട്ടറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഞാനിവിടെ dart.dev എന്നുള്ള സൈറ്റാണ് എടുത്ത് നോക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലാപ്പില്ല, അല്ലെങ്കിൽ ലാപ്പിൽ സ്പെക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അബ്സ്ട്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂസറിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കാം, അതിൻ്റെ ഫങ്ഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാം. അതാണ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഫേസ്ബുക്കിൻ്റെ ലോഗിൻ പേജ് കാണുന്നു. അതിലെന്താണ്, നമുക്ക് കാണേണ്ട ആ ഒരു ഫോം മാത്രമാണ് അതിൽ നമ്മൾക്ക് ഡിസ്പ്ലേ ആയിട്ട് വരത്തുള്ളൂ, അല്ലേ? അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഫങ്ഷണാലിറ്റിയോ കാര്യങ്ങളോ ടൈം ഔട്ടും കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയുന്നില്ല, അല്ലേ? അതേപോലെ തന്നെ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്തിട്ട് ബാക്കിയുള്ള ഫങ്ഷണാലിറ്റീനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ് എന്ത്, അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ നോക്കാം. നമ്മൾ നോർമലി എങ്ങനെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, ക്ലാസ് ഡെമോ, ഇങ്ങനെയായിരിക്കും ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അബ്സ്ട്രാക്ട് ക്ലാസ് ആണെങ്കിൽ തൊട്ട് മുന്നിൽ അബ്സ്ട്രാക്ട് എന്നുള്ളൊരു കീവേഡ് ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇതിൽ നമുക്കിപ്പോൾ സ്ട്രിങ് നെയിം നമ്മൾ കൊടുക്കണ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുക്കാം കേട്ടോ. സൈബർ ഗോഡസ്, ദെൻ ഇൻറ്റ് ഏജ് ഈക്വൽ ടു 10, എന്ത് വേണമെങ്കിലും കൊടുക്കും. നോർമൽ ക്ലാസ്സിലുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇപ്പം നമുക്ക് ഫംഗ്ഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കൊടുക്കണം. ഞാനിവിടെ പ്രിന്റ് വെൽക്കം ടു മൈ ചാനൽ എന്ന് പറഞ്ഞിട്ട് സ്പെല്ലിംഗ് വരട്ടെ. ഓക്കെ, ഒരു മെസ്സേജും കൊടുത്തു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം, കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതിനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, var obj ഈക്വൽ ടു ഡെമോ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എറർ വന്നിട്ടുണ്ടോ? ഇവിടെ എന്താ എറർ, അബ്സ്ട്രാക്ട് ക്ലാസ് നോട്ട് ബി ഇൻസ്റ്റാൻഷിയേറ്റഡ് എന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് ക്ലാസ്സിന് നമുക്ക് ഒരിക്കലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം എന്ത് ചെയ്യുക, പകരം നമുക്ക് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് ഞാനിപ്പോൾ ഡെമോ1 എന്ന് ക്രിയേറ്റ് ചെയ്യണം. ഡെമോ1 എക്സ്റ്റെൻസ് ഡെമോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഡെമോ1ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം എന്തുണ്ടാവും, നമുക്ക് ഡെമോയിലത്തെയും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. പിന്നെ ഒരു കേസ് എന്നുള്ളത്, നമുക്കിതിൽ അബ്സ്ട്രാക്ട് ക്ലാസ്സിനുള്ളിൽ ഒരു ബോഡി ഇല്ലാതെ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷെ ബോഡി എന്ന് പറയുന്നത് എന്താ, ഈ കേളി ബ്രേസസിലാണ് ബോഡി. അപ്പോൾ ബോഡി ഇല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ. അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ. വൺ സെക്കൻഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെയുള്ള അബ്സ്ട്രാക്ട് ഫംഗ്ഷന് ബോഡി ഇല്ല. പകരം ആ ബോഡി നമ്മൾ എവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക, ഇവിടെ ഇൻഹെറിറ്റ് ചെയ്ത ഈ ഒരു ക്ലാസ്സിലാണ് ആ ബോഡി ഇംപ്ലിമെന്റ് ചെയ്യുക. അത് ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ടുള്ള എററാണ്. അപ്പം അതിന് എന്ത് ചെയ്യണം, നമ്മൾ വോയിഡ് ഷോ പ്രിന്റ് എന്താണ് ബോഡി, ആ ഒരു ബോഡി കൊടുക്കാം. ദിസ് ഈസ് ബോഡി ഓഫ് അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പം എറർ പോയി ഇല്ലേ? ഇനി നമുക്കിത് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, obj ഡോട്ട് എന്താ കോൾ ചെയ്യേണ്ടത്, നമുക്ക് അതിനിപ്പോൾ ഷോ എന്നുള്ളത് കോൾ ചെയ്യുന്നു. ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ വരണേ എന്നുള്ളത് നോക്കാം. ഇവിടെ എവിടെയോ ഒരു എറർ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഒരു കുത്ത് വന്നതാണ്. ഞാനത് റൺ ചെയ്യാം. ദിസ് ഈസ് ബോഡി ഓഫ് അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ. നമ്മൾ എന്താ ചെയ്ത, ഈ ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷന് ഇവിടെ ഒരു ബോഡി കൊടുത്തു. ഞാനിപ്പോൾ obj ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യണു. അപ്പം എന്ത് തോന്നുന്നു,
നമ്മൾ മുകളിലത്തെ ക്ലാസ്സിൽ പാരന്റ് ക്ലാസ്സിൽ എഴുതി വെക്കുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ എഴുതി വെക്കുന്നത് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ബോഡി ഇല്ലാത്ത ഫംഗ്ഷനെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിന്റെ ഉള്ളിൽ എഴുതുന്ന ബോഡി ഇല്ലാത്ത ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ. അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ ആ ഫംഗ്ഷന്റെ ബോഡി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കോഡ് എഴുതാണ്. കോഡ് എഴുതുന്ന ടൈമിൽ ഇപ്പൊ ചിലപ്പം എന്താ പറയാ ഒരു ഫോമാണ്. ആ ഫോമിനെ ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഇത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ ക്രിയേറ്റ് ചെയ്യണത് നമ്മൾ കോഡ് എഴുതി കഴിഞ്ഞു. അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യണത് ആ കംപ്ലീറ്റ് റോ ഡിലീറ്റ് ചെയ്യണ കോഡ് എഴുതി കഴിഞ്ഞു. പിന്നെ എഡിറ്റ് ചെയ്യണത് മാത്രം നമ്മൾ എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കുക. ചില കേസിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം നമ്മൾ ആഡ് ചെയ്യണത് അത് പെർമനന്റ് ആയിട്ട് ഉണ്ടായിരിക്കും ഇല്ലേ? ചിലപ്പോൾ ഇപ്പൊ ഞാനൊരു ഫോമിൽ നെയിമും ഏജും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അതിൽ നെയിം എന്നുള്ളത് പെർമനന്റ് ആയിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇപ്പൊ ഏജ് മാത്രമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ത്രൂ മാത്രമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാം. അങ്ങനെ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കറിയില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യേണ്ട ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കാം. പിന്നീട് നമ്മൾ അത് ഡിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വേർഷനിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അതിന്റെ യൂസേജ് വരുന്നത് എവിടെയാണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി ഒരു ഇതിപ്പോൾ എത്രാമത്തെ വീഡിയോ ആയിട്ട് വരും? 20th വീഡിയോ ആയിട്ട് വരും. ഇനിയൊരു 10 വീഡിയോസും കൂടി ഉണ്ടാവുള്ളൂ ഡാർട്ടിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫ്ലട്ടറിലോട്ട് കയറും കേട്ടോ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ. ഹാവ് എ നൈസ് ഡേ.